അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോവോ, പള്ളിയിൽ പോവോ, വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾക്കൊരു ആത്മബലം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഇതുകൊണ്ട് ഇത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നിടത്ത് മാത്രമേ ഇതും കൊണ്ട് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും എന്താണ് കഴിഞ്ഞ കള്ളു കുടിക്കുന്ന പോലെയല്ലേ? കള്ളു കുടിച്ചോ, അതിൽ എല്ലാ കുപ്പിയിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ കിടന്നോ, കുടിച്ചിട്ട് റോട്ടിലിറങ്ങി വല്ലവനെയും തെറി പറയാനും വല്ലവനെ ഇടിക്കാനും പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. അതായത് എൻ്റെ ബ്രാൻഡിയാണ് നല്ലതെന്ന് ബ്രാൻഡി കുടിക്കുന്നവരും വിസ്കിയാണെന്ന് മറ്റവരും പറയുന്ന പോലെ അല്ലേ? ശരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത് വൈനാണ് നല്ലതെന്നാണ്. വൈനാണ് നല്ലത്. ഞാനിത് രണ്ടിലും പെട്ട ആൾ. തലവേന കേസാണ്. ബിയർ നല്ലതാണോ? ബിയർ മറ്റേ വയറുകേടും. വോഡ്ക അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. കമ്പാരിറ്റീവ്ലി ഒരു 2 വിസ്കി എന്നുള്ളത് വലിയ അപകടമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 2 വിസ്കി നമ്മൾ കുടിക്കുമ്പോൾ വേറെ 60 ml 30 ml എങ്ങനെയായാലും അതിന്റെ കാരണം നമ്മുടെ ഒരു ആവറേജ് ബോഡി ടെമ്പറേച്ചർ, നമ്മളോട് നടക്കാനൊക്കെ പറയുമല്ലോ കൊളസ്ട്രോൾ വരുമ്പോൾ, നടക്കാനൊക്കെ പറയുന്നത് നമ്മുടെ ബോഡി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ്. ആ ലെവലിൽ ചെറുതായിട്ട് അടിച്ച ബോഡി ഒന്ന് ഹീറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിർബന്ധങ്ങളില്ല. അപ്പൊ ഈ മദ്യമാണെങ്കിലും ആ ഒരു നമുക്കുള്ള ഇഷ്ടമുള്ള ബ്രാൻഡ് നമ്മൾ ഉപയോഗിച്ചോ, റൂമിലിരുന്നോ, അതെ, പുറത്തിറങ്ങിയാലും മിണ്ടാണ്ട് കിടന്നോ, അല്ലെ ഡാൻസ് കളിച്ചോ, സന്തോഷിച്ചോ, വല്ലതും എന്റെ മുതുകത്ത് കയറാതിരിക്കുക. അതെ. നേരത്തെ നമ്മുടെ ഗസ്റ്റ് ഒരാൾ വന്നിരുന്ന ആള് പറഞ്ഞത്, മുഹമ്മദ് അബ്ബാസ് എഴുത്തുകാരൻ, അദ്ദേഹം പറഞ്ഞു എൻ്റെ അണ്ടർവെയർ നല്ലതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു, പക്ഷേ മറ്റുള്ളവന്റെ അണ്ടർവെയർ മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മോശമാണെന്ന് പറയാൻ മാത്രമല്ല, നിങ്ങളും കൂടെ എന്റെ ഇടണമെന്നും കൂടെ പറയുന്നുണ്ട്. അതല്ലേ പ്രശ്നം. നിങ്ങൾ എന്റെയും കൂടെ ഇടണമെന്നും കൂടെ പറയുന്നുണ്ട്. അതേ ഉള്ളൂ കുഴപ്പം. അതിനോട് ഒരു സുഖേടുണ്ട്. അതുപോലെ അതിൽ വേറൊരു കമന്റ് ഉണ്ട്. നമ്മളുടെ ഇതിന് താഴെയാണല്ലോ തമ്മിൽ തല്ലുന്ന ആൾക്കാര്. അപ്പം അവര് പറയുന്നത് അത് മാത്രമല്ല, മറ്റുള്ളവരുടെ മുണ്ടുപൊക്കി നോക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് വളരെ മോശമായ മുണ്ടുപൊക്കി നോക്കലാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞു എന്നുള്ളതിനെ ആസ്പദമാക്കി ഇത് ഘട്ടം ഘട്ടമായി മുറിച്ച്, പിന്നെ ആളുകൾ ഇതൊക്കെ കുറെ ആളുകൾ ഇതൊരു എന്റർടൈൻമെന്റ് പോലെ വല്ലവനെയും ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കണ്ട എന്നോർത്ത് വിളിക്കാൻ ഉപയോഗിക്കുന്നതല്ലാതെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന അത്രയും പ്രശ്നം പൊതുജീവിതത്തിലില്ല. പൊതുജീവിതത്തില് ഈ ഹിന്ദു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യാനി മതവിശ്വാസികളും ഒക്കെ ഒത്തുചേർന്ന് ഒന്നിച്ച് സിനിമയ്ക്ക് പോയി, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബർത്ത്ഡേക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് സുഖമായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞൊരു 98% വെച്ചോ, അത്ര ആളുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.